വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പയ്യോളി മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓയിൽ മില്ല് മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയുടെ അപ്ഡേഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ക്യാമറനകത്ത് നമ്മൾ ഡ്രോണിനകത്തുള്ള ചാർജൊക്കെ തീർന്നുകൊണ്ട് പയ്യോളിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ന് പയ്യോളി മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ ബാക്കി കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ അധികം വലിച്ചു കിട്ടില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ട്രെയിനൊക്കെ പോകുന്നതുകൊണ്ട് അത്യാവശ്യം ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കൊണ്ടുള്ളൂ, നമ്മുടെ വോയിസ് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഇന്നലത്തെ വീഡിയോസിന് കുറച്ച് വ്യൂസ് കുറവുണ്ട്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ആഞ്ഞു വലിച്ച് വ്യൂസാക്കണം. പിന്നെ അതേപോലെ സപ്പോർട്ട് നല്ല രീതിയിൽ വേണമെന്നാണ് പറയാനുള്ളത്. കാരണം സാധാരണ നമ്മൾ മറ്റ് വീഡിയോ ചെയ്യുന്ന അത്ര വ്യൂസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഡ്രോൺ ഷൂട്ട് വീഡിയോ തുടങ്ങാം അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പയ്യോളി വരെയായിരുന്നു വീഡിയോ എടുത്തത്. അപ്പോൾ ഇവനെ വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു, പക്ഷേ അതിനിടയിൽ കുറച്ച് ചാർജൊക്കെ തീർന്നു. അപ്പോൾ ഇനി നമ്മൾ പയ്യോളി മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പ്രദേശം നമ്മുടെ പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഒരു ഭാഗത്തുള്ള പ്രദേശമാണ്. അതായത് നേരത്തെ നമ്മൾ ഫ്ലൈ ഓവർ വരെയുള്ള കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ആറി പാനൽ ഉയർത്തി, അതേപോലെ ഫ്രിക്ഷൻ വാളുകളൊക്കെ വെക്കാനുള്ള ചെറിയ ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്രോച്ച് റോഡ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ പിന്നെ നേരത്തെ കുറച്ച് മുന്നേ ടാർ ചെയ്ത ഭാഗങ്ങൾ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മളെ പെട്രോൾ പമ്പ്, ഒരു കഴിഞ്ഞ തവണ പെട്രോൾ പമ്പിലൊക്കെ വെള്ളം കയറിയ ഒരു പ്രദേശമുണ്ട്. അതായത് നമ്മളെ HP അല്ല, ഭാരത് പെട്രോൾ പമ്പാന്ന് പറഞ്ഞു. ഭാരത് പെട്രോൾ പമ്പിൻ്റെ ആ ഒരു പ്രദേശമൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ അടിച്ച് കയറിയിരുന്നു. ഇപ്പോൾ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം വാഗാടിന് 95,000 മെട്രിക് ടൺ മണ്ണ് ഇപ്പോൾ നമ്മളെ മേപ്പ ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വരുന്ന ബൈക്കിൽ തന്നെ 3 ടോറസ് കണ്ടു. ഇവിടെ കഴിഞ്ഞ തവണ പെട്രോൾ പമ്പ് ഈ ഭാഗത്താണ് വെള്ളം കയറിയത്. നല്ല രീതിയിൽ ആ പെട്രോൾ പമ്പിന് നാശനഷ്ടമുണ്ടായത്. സർവീസ് റോഡിനേക്കാൾ താഴ്ന്നിട്ടായിരുന്നു പ്രദേശം. അതായത് കംപ്ലീറ്റ് വെള്ളം പമ്പിലായിരുന്നു. ഒരു തുള്ളി എവിടെയും പോയിട്ടില്ല. അപ്പോൾ അവർക്ക് പകുതിയിലധികം ദിവസം വർക്ക് ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ പിന്നെ പെട്രോൾ കമ്പനികൾക്ക് നാശം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പെരുമാളുപുരം അണ്ടർ പാസേജാണ് ഇപ്പോൾ കണ്ടത്. അണ്ടർ പാസേജിൻ്റെ ഭാഗത്തൊക്കെ അവിടെയൊക്കെ ഇപ്പോൾ ഈ കാണുന്ന പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ തവണ വെള്ളം കിട്ടിയ പ്രദേശമാണ്. അത് സർവീസ് റോഡ് നല്ല രീതിയിൽ താഴ്ന്നിട്ടാണുള്ളത്. നമ്മുടെ നിലവിലുള്ള പ്രദേശത്തേക്കാളും നമ്മൾ പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ ആ ഒരു പ്രദേശത്തേക്കാളും താഴ്ന്നിട്ടാണ് സർവീസ് റോഡ്. അതുകൊണ്ട് തന്നെ സർവീസ് റോഡിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എങ്ങോട്ട് പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ മുങ്ങിക്കുളിച്ച് പോയിരുന്ന പ്രദേശമാണ്. അപ്പോൾ ഈ ജൂണിനുള്ളിൽ ഇവിടെയൊക്കെ നമ്മൾ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞില്ല. ഈ ഭാഗത്തൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗത്തൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും വെള്ളത്തിനടിയിലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ പെരുമാളുപുരം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൂടെയൊക്കെ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കഴിയണമെങ്കിൽ നമ്മളെ ആ ഒരു അണ്ടർ പാസേജിൻ്റെ ഈ പെരുമാളുപുരത്തുള്ള അണ്ടർ പാസേജിനും അതിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെയും വർക്കും കഴിയേണ്ടതുണ്ട്. എന്നിരുന്നാലും മാത്രമേ ഇതിലെ നമുക്ക് ദേശീയപാതയിലൂടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ, പുതിയ 6 വരിയിലൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതിനിടയിൽ ഈ ഭാഗത്തൂടെയൊക്കെ അത്യാവശ്യം ലിമിറ്റഡ് ബസ്സുകളും കാര്യങ്ങളൊക്കെ ഷോർട്ട് കട്ട് അടിച്ച് ഇതിലെയൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ തിക്കോടി പെട്രോൾ പമ്പിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. തിക്കോടി പഞ്ചായത്ത് ആ ഒരു ഭാഗത്ത് ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും കഴിഞ്ഞ തവണ ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് നമ്മൾ പഞ്ചായത്ത് ഓഫീസ് അടക്കം കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായി പോയ പ്രദേശമാണ്. ഈ പ്രാവശ്യവും വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസൊക്കെ ഒന്നും വർക്ക് ചെയ്യലുണ്ടാവില്ല. ഇപ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്ക് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കാനുള്ളത്. ഒരു സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്, മറു സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയാണ്. സർവീസ് റോഡിലൂടെയൊക്കെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇതിലെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 വരിയിൽ നമ്മൾ കുറേ ഭാഗങ്ങളിലൊക്കെ 6 വരി താറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡ് ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നല്ല ദുരന്തപൂർവമായ യാത്രയായിരുന്നു പയ്യോളി തിക്കോടി ഭാഗങ്ങളിൽ. ഇനി ഈ തവണ അത്തരത്തിൽ തന്നെ ആവാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണുള്ളത്. തിക്കോടി റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നമ്മുടെ തിക്കോടി പഞ്ചായത്തിൽ അവിടെ ഒരു അണ്ടർ പാസേജ് കൊടുത്തപ്പോൾ പിന്നെ ഇവിടെയും ഒരു അണ്ടർ പാസേജ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ കുറച്ചൊക്കെ സമരം ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് തിക്കോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലൂർ ആ ഭാഗങ്ങളിലേക്കാണ്. ഇവിടെയൊക്കെ റീസെൻ്റായിട്ട് നമുക്ക് ടാർ ചെയ്ത് കാണാൻ സാധിക്കും. മണ്ണ് ഒരുപാട് അടിക്കാൻ ഇനിയും ബാക്കിയിട്ടുണ്ട്. വാഗാടിനെ സംബന്ധിച്ചിടത്തോളം 95,000 മെട്രിക് ടണ്ണ് മണ്ണ് കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അടിച്ചിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പരിധിവരെ മണ്ണൊക്കെ അടിച്ച് വർക്ക് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഇനി 2 മാസം സാധ്യതയുള്ളൂ. ശരിക്കും ഈ കോൺട്രാക്റ്റിംഗ് കമ്പനികളെ MLAയോ MPയോ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രികൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് പുഷ് ചെയ്തില്ലെങ്കിൽ അടുത്ത തവണ വീണ്ടും നാട്ടുകാർ വാഗാടിൻ്റെ വാഹനം തടഞ്ഞു വെക്കുക, വാഗാടിനെ തെറി വിളിക്കുക, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. ഇപ്പം മണ്ണിൻ്റെ പ്രശ്നം അത്
പരിഹാരമായിട്ടുണ്ട്. ഇനി മണ്ണ് കിട്ടിയില്ല അതുകൊണ്ട് വർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകയിലുണ്ടാക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല. മണ്ണൊക്കെ ഇഷ്ടം പോലെ മണ്ണിപ്പോൾ മേപ്പ് ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കാനുള്ള സാങ്ഷൻ ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വരുന്ന വരത്തിൽ ഇപ്പോൾ ഒരു 3 ടോറസിൽ അടുപ്പിച്ചടിച്ച് മണ്ണ് കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ അതിനിടയിൽ അന്യസംസ്ഥാന വാഹനങ്ങൾ നമ്മളെ ഈ 6 വരി കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ പാർക്കിംഗ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും നല്ല ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. നമ്മൾ നിന്നിട്ട് തന്നെ പൊരിഞ്ഞു പോയിട്ടുണ്ട്. ഈ മാർച്ച് മാസവും അതിൻ്റെ കൂടെ നോമ്പോ എല്ലാം കൂടി ആകുമ്പോൾ വളരെ പ്രയാസം തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ വിലപ്പെട്ട സപ്പോർട്ട്, എന്തൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ യൂട്യൂബ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നൽകുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ പാലൂർ ഭാഗത്തുനിന്നുള്ള ഒരു ഭാഗത്തുനിന്നുള്ള ദേശീയപാതയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് RI പാനലുകളും അതോടൊപ്പം തന്നെ ഫ്രിക്ഷൻ വാളുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പുതിയ 6 വരി പാതയിനകത്ത് ഇങ്ങനെ വെച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തത് നമ്മൾ നേരെ നന്ദിയുടെ ഭാഗത്താണ്. നന്ദിയുടെ ഭാഗത്ത് കഴിഞ്ഞാൽ പിന്നെ നന്ദിയിൽ നിന്ന് ദേശീയപാത ബൈപ്പാസായി നമ്മുടെ പഴയ ദേശീയപാതയിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ദേശീയപാത പാസ് ചെയ്തു പോകുന്ന ഒരു കാഴ്ചയാണ്. അതിനിടയിൽ മറ്റൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് സാമൂഹിക ദ്രോഹികളുടെ ഒരു വിളനിലമായിട്ട് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പയ്യോളി, തിക്കോടി ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഇത് കണ്ടു. അതായത് ബീർ അടിക്കുക, എന്നിട്ട് ബീറിന്റെ കുപ്പി നമ്മൾ ഈ പുതിയ 6 വരി പാതയിലൊക്കെ 6 വരി പാതയിൽ നിന്ന് ഇരുന്ന് ബീർ അടിച്ചതിന് ശേഷം ആ കുപ്പി അവിടെ എറിഞ്ഞു പൊളിക്കുക, അതേപോലെ തന്നെ പൊട്ടിച്ചിടുക, അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ. സത്യത്തിൽ ഇതിൽ നടന്നു പോകാൻ പറ്റില്ല. വർക്കേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം അടിക്കുന്നത് മാത്രമല്ല, വെള്ളം അടിച്ചിട്ട് അതിനുശേഷം ബോട്ടിൽ ഇവിടെ എറിഞ്ഞു പൊളിച്ച് ഇവിടെ നാശകോശമാക്കി വെച്ചിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വൃത്തികെട്ട സമീപനം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ മറ്റേ ട്രക്ക് വാഹനങ്ങൾ എവിടെ ഗ്യാപ്പ് കൂട്ടുന്നുണ്ട് അവിടെ വണ്ടി സൈഡാക്കുക, കാര്യം സാധിക്കുക, 1ഉം 2ഉം ഒക്കെ സാധിക്കുന്ന ഒരു കാഴ്ച. ഇപ്പം പയ്യോളി, നമ്മുടെ തിക്കോടി, പയ്യോളി, നന്ദി വരെ നോക്കുകയാണെങ്കിൽ ഇതിനിടയിൽ 3-4 പെട്രോൾ പമ്പ്, ഇപ്പം പുതുതായിട്ട് പെട്രോൾ പമ്പിൽ കണ്ടമാന പെട്രോൾ പമ്പ്. അതിന് എല്ലാ പെട്രോൾ പമ്പിലും നിങ്ങൾക്ക് നിങ്ങൾ പ്രാഥമിക കർമ്മമൊക്കെ നിർവഹിക്കാൻ സ്വാഭാവികമായൊരു അവകാശമുണ്ട്. അത് നിയമമാണ്. പെട്രോൾ പമ്പിൽ അത്തരത്തിൽ സംവിധാനം ഉണ്ടാക്കുന്നത്. അത് എണ്ണ അടിച്ചാൽ ഇല്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. ഇപ്പം യാത്രക്കാരായ മലയാളികളെ ആളുകൾ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല, വാഹനങ്ങൾ നിർത്തി വെച്ചിട്ട്. പുറമേ അന്യസംസ്ഥാനത്തിന് വാഹനങ്ങൾ തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പെട്രോൾ പമ്പുകൾ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. മറ്റൊന്നുമല്ല, വീഡിയോ എടുക്കാൻ വരുന്ന സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്ദി ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. നമ്മുടെ സർവീസ് റോഡൊക്കെ ഇടുങ്ങിയിട്ടുള്ള ഒരു പ്രദേശമാണ്. സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കറുമ്പ് വരി വെച്ചതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ പഴയ ദേശീയപാതയോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ ദേശീയപാത 6 വരിപ്പാത ഇവിടുന്ന് ഡൈവേർട്ട് ആയിക്കൊണ്ട് ബൈപ്പാസ് ആയിക്കൊണ്ട് കടന്നു പോകുന്ന പ്രദേശമാണ്. ഇവിടെ തന്നെ നമുക്ക് വാഗാടിൻ്റെ ക്രഷറിയും അതോടൊപ്പം തന്നെ വാഗാടിൻ്റെ സെക്യൂരിറ്റി, വാഗാടിൻ്റെ ഒരുപാട് വാഹനങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വാഗാടിനെ സംബന്ധിച്ചിടത്തോളം വാഗാട് ഒരു വർക്കേഴ്സ് ഒരാളെയും നമ്മൾ ഇങ്ങോട്ടേക്ക് കയറ്റി വിടാത്ത ഒരു പ്രദേശവും കൂടിയാണ്. വാഗാട് ഏക്കർ കണക്കിന് സ്ഥലം ദേശീയപാതയുടെ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർക്കേഴ്സിന് മറ്റൊരാളെയും പുറത്തുനിന്നുള്ള ഒരാളെയും ഈ ഭാഗത്തേക്ക് കയറ്റി വിടാൻ വാഗാട് തയ്യാറാവാറില്ല. അപ്പം നമ്മൾ ഇപ്പം നന്ദി വരെയുള്ള ഭാഗത്തുള്ള വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞു. നന്ദി മുതൽ കൊയിലാണ്ടി വരെയുള്ള ദേശീയപാതയുടെ വീഡിയോ നമ്മൾ നേരിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെങ്ങോട്ടുകാവ് മുതലും നമ്മൾ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ പരമാവധി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം.